നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. കുറച്ചു നാൾക്ക് മുൻപ് വരെ രമ്യ ഈ കുടുംബത്തിന് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ രമ്യ തിരിച്ചു കിട്ടിയിരുന്നെങ്കിലും ഓർത്ത് നിങ്ങളെല്ലാവരും കൊതിക്കുന്ന ഒരു ദിവസം വരും. ദീപക്കൊരു കുഞ്ഞു ജനിക്കാൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ദീപകിന്റെ കുഞ്ഞായി തന്നെ വളരണം. അതാ കുഞ്ഞിന്റെ അവകാശമാണ്. ആ അവകാശം നിഷേധിക്കാൻ ദിവ്യയ്ക്കും കഴിയില്ല. എല്ലാം മറച്ചുവെച്ച നാളെ വളർന്ന് വലുതായി കഴിയുമ്പോ ആ കുഞ്ഞ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് മുൻപില് ദിവ്യയ്ക്ക് ഉത്തരം നൽകാനോ അപ്പൊ വേണോന്ന് തോന്നിയ ദീപകിന്റെ അടുത്തേക്ക് വരാനോ സാധിച്ചെന്ന് വരില്ല. ഈ അവസ്ഥയില് സമയത്തിന് കഴിക്കാൻ ആഹാരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത ആ വീട്ടിൽ ഇനി ദിവ്യയെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതെ ദിവ്യ, നീ ഇനി ഋതിക മാഡം പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. രാജുവേട്ടാ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? എനിക്ക് പേടിയാവുന്നു. എന്റെ കുഞ്ഞിന് പേടിക്കണ്ട ദിവ്യ. നിനക്കും നിന്റെ കുഞ്ഞിനും ഒരാപത്തും വരാതെ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാ. നിനക്ക് ഞാൻ വാക്ക് തരും, നിങ്ങൾ രണ്ടാളും എന്നും സുരക്ഷിതരായിരിക്കും. രാധമേ, രാധമേ. രമ്യോ, എന്താ മോളെ? രാധമേ, എനിക്ക് രാധമ്മയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? എന്താ നിന്റെ കയ്യില്? അത് ഞാൻ പിന്നെ പറയാം. ആദ്യം ഞാൻ പറയുന്ന രാധമ്മ ഒന്ന് കേൾക്കണം. നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാൻ അനുവാദത്തിന്റെ ആവശ്യമുണ്ടോ? അതല്ല, രാധമ്മ എന്നോട് ക്ഷമിക്കണം. അന്നെന്റെ അമ്മാവൻ വന്ന് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ എനിക്ക് പെട്ടെന്ന് വന്ന ദേഷ്യത്തിന്റെ പുറത്താ ഐഷുവിന് ചികിത്സയ്ക്ക് തന്ന 10 ലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചത്. അതിനെന്താ മോളെ, അതിപ്പോ എന്നായാലും ഞങ്ങള് തരേണ്ട പണമല്ലേ. മോള് അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ. രാധമ്മേ, സോറി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഐഷുവിനെ ഞാൻ കുഞ്ഞിലെ മുതൽ കാണുന്നതല്ലേ. അവള് എനിക്ക് എന്റെ അനിയത്തി പോലെയല്ലേ. കാശിന് ആവശ്യമുണ്ടായിട്ടോ നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിട്ടോ ചോദിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? അത് സാരയില്ല മോളെ. എന്തായാലും അതുണ്ടാക്കാനുള്ള വഴി ഞങ്ങൾ നോക്കുന്നുണ്ട്. മോള് അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഋതികയോടുള്ള ദേഷ്യത്തിലാ അങ്ങനെയൊക്കെ സംസാരിച്ചതും ഈടായിട്ട് സ്വർണം വാങ്ങിക്കൊണ്ട് പോയതും. അവളെന്നോട് ചെയ്തത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ. രാജുവിനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാണെന്ന് രാധമ്മയ്ക്ക് അറിയാലോ. രാധമ്മ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇത് 10 ലക്ഷം രൂപയുണ്ട്. ഇത് രാധമ്മ എടുത്തിട്ട് എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചാണെന്ന് പറഞ്ഞ് എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് ഋതികയുടെ സ്വർണവും അവളുടെ അച്ഛന്റെ ഫോട്ടോയും തിരിച്ചെടുത്തോളൂ. രമ്യമോളുടെ നല്ല മനസ്സിന് നന്ദി. മോള് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം രാജുവിനോടുള്ള മോളുടെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം നടത്തി തരണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ രാജു അവന്റെ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുത്തത് ഋതിക മോളെയാണ്. ഇനി ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാമല്ലോ. ഈ പണം വാങ്ങുന്നതില് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മോള് പൊയ്ക്കോ. പ്രിയ ചേച്ചിയെങ്കിലും ഒന്ന് പറ. അമ്മ പറഞ്ഞ എന്നെ എനിക്കും പറയാനുള്ളൂ. രാധമ്മേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. മോളെ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. എന്റെ മക്കളുടെ പോലെ തന്നെ നിന്റെ ഓരോ ചലനത്തിൽ നിന്നും നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് രാധമ്മയ്ക്ക് മനസ്സിലാവും.
പ്രതീക്ഷിക്കാതെയാണ് ഋതികമോൾ രാജുവിന്റെ കൈപിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്. സത്യം പറഞ്ഞ അപ്പം ഞാൻ നിന്റെ കാര്യോർത്ത് ഒരുപാട് വിഷമിച്ചിരുന്നു. പക്ഷേ ഋതികമോളെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. നിനക്ക് വിഷമമൊന്നും തോന്നരുത് മോളെ. അത് മാത്രല്ല, രാജുവിനോട് ഇപ്പോഴും നിന്റെ മനസ്സിൽ മോഹമുണ്ടെങ്കിൽ നീ അത് പാടെ മറന്നു കളയണം. രമ്യ ഇനി പൊന്നുകൊണ്ട് തുലാഭാരം നടത്തിയാലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഋതികമോളുടെ സ്ഥാനത്തിന് ഒരു മാറ്റം സംഭവിക്കില്ല. മനസ്സിലായി രാധമ്മ, ഞാൻ ചെയ്തത് തെറ്റായെന്ന് ഓർത്ത ഈ കാശ് രാധമ്മയ്ക്ക് തരാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങളെല്ലാവരും ഋതിയെ സ്നേഹിക്കുകയോ പൂവിട്ട് പൂജിക്കുകയോ ചെയ്തോ? ഭൂമി ഉരുണ്ടതല്ലേ രാധമ്മേ? ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. കുറച്ചു നാൾക്ക് മുൻപ് വരെ രമ്യ ഈ കുടുംബത്തിന് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ രമ്യ തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് ഓർത്ത് നിങ്ങളെല്ലാവരും കൊതിക്കുന്ന ഒരു ദിവസം വരും. തൽക്കാലം ഈ കാശ് ഞാൻ കൊണ്ടുപോവുക. ഒരാവശ്യം വന്ന രമ്യയെ വിളിക്കുന്നതില് മടിയൊന്നും കാണിക്കണ്ട. ആ ശരാ, നീ ഇരിക്കും. എന്താ ഏട്ടാ? ഇലക്ഷൻ ഇനി അധിക ദിവസങ്ങളില്ല. നിന്റെ അഭിപ്രായത്തില് എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട്? റിസൾട്ടിന്റെ കാര്യത്തിൽ എന്തിനേട്ടാ ഇങ്ങനെ കൂടുതൽ ആലോചിക്കുന്നേ? ചേട്ടൻ ജയിക്കുമെന്ന് ഉറപ്പല്ലേ? ഇതുവരെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ചേട്ടൻ ഇത്തവണ ജയിക്കും. ശരിക്കും ഏട്ടൻ തന്നെയാവും അടുത്ത മുഖ്യമന്ത്രി എന്ന് എല്ലാരും പറയുന്നുണ്ട്. മറ്റു മിനിസ്റ്റർമാരുടെ ഇടയിലും നാട്ടിലുമൊക്കെ ആ ഒരു ടോക്കുണ്ട്. ഏയ്, ഒരിക്കലുമില്ല. സുകുമാര സാറായിരിക്കണം ഇത്തവണ മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾ എല്ലാവരും എടുത്തിരിക്കുന്ന തീരുമാനം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അല്ല, ഞാൻ പൊതുവെയുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, രാജു ഋതി എത്തിയില്ലേ? ഇല്ല, അവരെത്തിയിട്ടില്ല. അന്ന് റിസപ്ഷൻ ദിവസം അവൻ എന്താ പറ്റി നീ തിരക്കിയോ? അത് ഞാൻ തിരക്കി കേട്ടാ. രാജുവിന് അങ്ങനെ മദ്യപിക്കുന്ന ശീലമേ ഇല്ല. അതെന്തോ അബദ്ധത്തിൽ സംഭവിച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ്, അബദ്ധമൊന്നും ആവാൻ വഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.